മോഹൻലാൽ, ശോഭന എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളയ്ക്ക എന്നീ സിനിമകളുടെ സംവിധായകനായ ശ്രീ തരുൺമൂർത്തി സംവിധാനം ചെയ്ത് ഇന്ന് തിയേറ്ററുകളിൽ റിലീസായ സിനിമയാണ് തുടരും. സിനിമയുടെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സിനിമയെപ്പറ്റി ഒറ്റ വാചകത്തിൽ പറയുകയാണെങ്കിൽ കിടിലും സിനിമ, ഒരു രക്ഷയില്ല കേട്ടോ. അടുത്ത ദൃശ്യം എന്ന് വേണമെങ്കിൽ പറയാം. അമ്മാതിരി സിനിമയാണ് തരുൺമൂർത്തി ചെയ്തു വെച്ചേക്കുന്നത്. ആ സിനിമയിൽ ഷൺമുഖം എന്ന കഥാപാത്രമായിട്ടാണ് മോഹൻലാൽ എത്തുന്നത്. അതുപോലെ തന്നെ ലളിത എന്ന കഥാപാത്രമായി ശോഭന. സിനിമയുടെ കഥാപശ്ചാത്തലം എന്ന് പറയുന്നത് പത്തനംതിട്ടയിലെ റാന്നിയാണ്. അവിടുത്തെ ഒരു സാധാരണ കുടുംബം. ആ കുടുംബത്തിൽ ഷൺമുഖത്തിനും ലളിതയ്ക്കും 2 മക്കളാണുള്ളത്. സന്തുഷ്ടമായിട്ട് പോകുന്നൊരു കുടുംബം. ലാലേട്ടൻ ഈ സിനിമയിൽ ഒരു ടാക്സി ഡ്രൈവറായിട്ടാണ് എത്തുന്നത്. ഇവരുടെ ലൈഫിലേക്ക് ഭയങ്കര ലാലേട്ടൻ്റെ പഴയകാല ചില മാനറിസങ്ങളൊക്കെ ഒപ്പിയെടുത്തിട്ടുള്ള ചില സീനുകളും പാട്ടുകളും ഒക്കെ ആയിട്ട് സിനിമ വളരെ രസമായിട്ട് മുന്നോട്ട് പോവുകയും ഇവരുടെ ലൈഫിൽ വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു സംഭവം നടക്കുകയും അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളുമാണ് തുടരും എന്ന് പറയുന്ന സിനിമ പറയുന്നത്. ഒരുപക്ഷെ ദൃശ്യത്തിൻ്റെ റിവ്യൂ പോലെ തന്നെ നിങ്ങൾക്ക് തോന്നിയേക്കാം. ഏകദേശം ആ ഒരു സിനിമയുടെ സിമിലാരിറ്റി ഉള്ളത് കഥാപശ്ചാത്തലത്തിലും ചില കാര്യങ്ങളിലൊക്കെ അതിനോട് സാമ്യം തോന്നിയ രീതിയിലുള്ള ഒരു സിനിമ തന്നെയാണ്. ശരിക്കും ആ സിനിമയുടെ കോപ്പി എന്നൊന്നുമല്ല പറയുന്നത്, ആ ഒരു സിനിമയിൽ നിന്ന് ഉൾക്കൊണ്ട് ചെയ്തത് പോണക്ക് നമുക്ക് തോന്നാം. പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. വളരെ മനോഹരമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ഞാനിപ്പോൾ ഒരു തവണ കണ്ടിട്ട് എനിക്ക് ആ സിനിമ കണ്ട എൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഇപ്പോഴും മാറിയിട്ടില്ല. ഒരു 2 തവണയെങ്കിലും കാണണമെന്നുണ്ട്. അത്രയ്ക്കും ഹെവി ആയിട്ടാണ് എടുത്തു വെച്ചേക്കുന്നത്. അതായത് ലാലേട്ടൻ എന്ന സ്റ്റാറിനെയും അതുപോലെ തന്നെ ലാലേട്ടൻ എന്ന നടനെയും കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരു ഡയറക്ടർ. അതായത് ഒരു ഫാൻ ബോയ് സംഭവം. അതായത് തരുൺമൂർത്തി എന്ന ഡയറക്ടർ വളരെ അതിമനോഹരമായിട്ട് തന്നെ ലാലേട്ടനെ ഉപയോഗിച്ച് കിടിലുമായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ കണക്ക് തന്നെ ഈ ഒരു സിനിമ കാണാനായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്തത് തരുൺമൂർത്തി എന്ന ഒരു പേരാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളി ഇതിനു മുൻപ് ചെയ്തു വെച്ചേക്കുന്ന 2 സിനിമകൾ, ഓപ്പറേഷൻ ജാവയാണെങ്കിലും അതുപോലെ തന്നെ സൗദി വെള്ളയ്ക്കും, പിന്നെ ലാലേട്ടൻ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞുണ്ടല്ലോ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വിൻറ്റേജ് ലാലേട്ടനെ കാണാനായിട്ട് സാധിച്ചത്. അത് ചെറിയ സീനുകളിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ അതായത് കൃത്യമായിട്ട് ചില സിനിമകൾ അദ്ദേഹത്തിൻ്റെ മാസ് സിനിമകൾ വരാം, അല്ലെങ്കിൽ ക്ലാസ് സിനിമകൾ വരാം. അതായത് ഒരു സിനിമയിൽ മികച്ചൊരു സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ ഇത്രയും വലിയൊരു നടൻ, അതിപ്പം ആ ഒരു നടനെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റാർ എലമെൻറ്റിനെയും അതുപോലെ തന്നെ മോഹൻലാൽ എന്ന നടനെയും കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഒരു ബാത്റൂമിൽ ഒരു സീനുണ്ട്. അദ്ദേഹം താഴെ വീഴുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ആ സീനിലൊക്കെ കിട്ടില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. സിനിമയിൽ മോഹൻലാൽ, ശോഭന എന്നിവരെ കൂടാതെ ബിനു പപ്പു, ഇർഷാദ് അലി, ഫഹദ് ഫാസിലിൻ്റെ അനിയൻ, അതുപോലെ തന്നെ മണിയമ്പിള്ള രാജു, അങ്ങനെ പിന്നെ ലാലേട്ടൻ്റെ മക്കളായിട്ട് എത്തുന്ന തോമസ് മാത്യു എന്ന് പറഞ്ഞ നടനാണ്. ഈ സിനിമയിൽ വില്ലനായിട്ട് എത്തുന്ന നടനുണ്ട്. പുള്ളിയുടെ വേറെ ലെവൽ അഴിഞ്ഞാട്ടമാണ്. എനിക്ക് തോന്നുന്നത് ലാലേട്ടനേക്കാൾ കൂടുതൽ സ്കോർ ചെയ്തേക്കുന്ന പുള്ളിയാണ്. ഒരു രക്ഷയില്ല. കിടിലമായിട്ടാണ് ആ റോള് പുള്ളി ചെയ്തു വെച്ചേക്കുന്നത്. അന്യായം എന്നേ പറയാനുള്ളൂ, ഒന്നും പറയാനില്ല. വേറെ ലെവല്. സിനിമയിൽ വില്ലനായിട്ട് എത്തുന്നത് പ്രകാശ് വർമ്മ എന്ന് പറയുന്ന നടനാണ്. ബിനു പപ്പുവും വളരെ മികച്ച ഒരു കഥാപാത്രത്തെ തന്നെ അവതരിപ്പിച്ചേക്കുന്നത്. ടെക്നിക്കൽ സൈഡ് ഒരു രക്ഷയില്ല കേട്ടോ. കിടിലമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി സിനിമാറ്റോഗ്രാഫി, എഡിറ്റിങ് ഒക്കെ ഒരു രക്ഷയില്ലായിരുന്നു. അതുപോലെ തന്നെ മ്യൂസിക് ആൻഡ് BGM ജേക്സ് ബിജോയ് ആണ് ചെയ്തേക്കുന്നത്. പാട്ടുകളും വളരെ മനോഹരമാണ്. കിടിലൻ സ്കോറാണ്. അതായത് ആ സെക്കൻഡ് ഹാഫിലേക്ക് വരാൻ നേരത്തൊക്കെ സിനിമയുടെ സ്കോർ എന്ന് പറഞ്ഞുണ്ടല്ലോ വേറെ ലെവൽ സംഭവമാണ് ചെയ്തു വെച്ചേക്കുന്നത്. ഹെവി സാധനമാണ്. സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ഷാജി കുമാറാണ്. അതുപോലെ തന്നെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് നിഷാദ് യൂസഫ്. സിനിമ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് M രഞ്ജിത്ത് ആണ്. രജപുത്ര വിഷ്വൽ മീഡിയ ആണ്. എനിക്ക് സിനിമയിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തേക്കുന്നത് മോഹൻലാൽ, പ്രകാശ് വർമ്മ, ബിനു പപ്പു. ഇവർ 3 പേരുടെ കിടിലം പ്രകടനമാണ് സിനിമയിൽ ഉടനീളം. ബാക്കി എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയെ പറ്റി പറയുമ്പം ഒരാളെ പറ്റി പറഞ്ഞില്ലെങ്കിൽ അത് വളരെ മോശമായി പോകും. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഈ സിനിമയുടെ രചന നിർവഹിച്ചിരിക്കുന്നത് സുനിൽ എന്ന് പറയുന്ന ആളാണ്. വേറെ ലെവൽ എഴുത്താണ്. ഒരു രക്ഷയില്ല. കിടിലം സംഭവം. അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് ചെയ്തേക്കുന്നത് തരുൺമൂർത്തിയും സുനിലും കൂടെ ചേർന്നാണ് ചെയ്തേക്കുന്നത്. പിന്നെ തരുൺമൂർത്തിയുടെ ഡയറക്ഷനെ പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ. അത് പുള്ളി ചെയ്തേക്കുന്ന മുൻപുള്ള സിനിമകൾ കണ്ടാൽ തന്നെ അറിയാം.
ഒരു രക്ഷയില്ല. അന്യായ പടം എന്ന് പറഞ്ഞാൽ അന്യായ പടം. ഞാനിപ്പം ഒരു തവണ കണ്ട് വന്നതേ ഉള്ളൂ. എനിക്കൊരു 2 തവണയും കൂടെ പോയി കണ്ട് തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത്രയും കിടിലം പടമാണ്, ഒരു രക്ഷയില്ല. എത്ര പറഞ്ഞാലും സിനിമയെ പറ്റി തീരില്ല. എങ്കിലും തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോയി സിനിമ കാണാനായിട്ട് ശ്രമിക്കുക. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു തരുൺ മൂർത്തി മോഹൻലാൽ ദൃശ്യം, അതാണ് തുടരും.